എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. സാധാരണ നമ്മൾ എണ്ണയിലൊക്കെ മുക്കി പൊരിച്ചാണ് ഫ്രൈ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ വെറും 2 സ്പൂൺ എണ്ണയിലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു മസാല കൂടിയാണ്. നമ്മളിതിന് മുൻപ് 2 ടൈപ്പിലുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒരു മീഡിയം സൈസിലാണ് ഉള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒട്ടും തന്നെ കാണാൻ പാടില്ല. വെള്ളമൊക്കെ ഊറ്റിയിട്ട് വേണം നമ്മളിതിലേക്ക് മസാല പുരട്ടാനായിട്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക. 2.5 ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടാതെ ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഗരം മസാലയ്ക്ക് പകരം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയോ എടുക്കാവുന്നതാണ്. ഇനി എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് തൊലിയോടെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. അത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ നമ്മൾ നന്നായിട്ട് പുരട്ടിയിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഓപ്ഷണലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമായാലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളമായി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒരു കുഴമ്പ് പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പല രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതൊരു രീതിയാണ്. ഈ ഒരു കൂട്ടിലേക്ക് ഇനി നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് എത്ര സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം ഈ ഒരു മസാല ഈ ഒരു ചിക്കനിലേക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഈ ഒരു മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ തലേദിവസം തന്നെ ഇത് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രീസറിലല്ല, നോർമലായിട്ടുള്ള ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കോട്ടിംഗ് കൂടി ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം അരിപ്പൊടി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഈ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണമെന്ന് ഇല്ല. ഈ ഒരു മസാലയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ ഈ ഒരു കോൺഫ്ലവർ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കോൺഫ്ലവർ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. അരിപ്പൊടി ആയാലും മതി. അപ്പോൾ നമ്മുടെ മസാല പുരട്ടിയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വെറും 2 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല, നിങ്ങൾക്ക് മുക്കി പൊരിക്കണമെങ്കിൽ കൂടുതൽ എണ്ണയിലിട്ട് ഇത് മുക്കി പൊരിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത്. ഒരുപാട് കൂട്ടിയിട്ടാൽ ഇതിൻ്റെ ഉൾഭാഗം വേവില്ല. അപ്പോൾ കുറഞ്ഞ തീയിൽ ഇത് സമയം എടുത്തിട്ടാണ് ഈ ഒരു ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് തീ കൂട്ടിയിടരുത്. കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുക. നമ്മൾ ഒരുപാട് എണ്ണയിലല്ല ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കുക്കായി വരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്